ഒരു കേനന്മാരൻ ചർച്ച ചെയ്യാണ്. കേനന്മാരൻ്റെ ചോദ്യം എന്താ അറിയോ? കടലിൽ നമ്മളിങ്ങനെ കപ്പലിൽ യാത്ര പോവുകയാണ്. എവിടെ? കടലിൽ കപ്പലിൽ യാത്ര പോവുകയാണ്. അപ്പൊ കാറ്റും കോളും വന്ന് കപ്പൽ മുങ്ങാറായി. അപ്പൊ കടലിൽ ഈ കപ്പലിന്റെ പരിസരത്ത് ജിന്നുണ്ടാവാലോ? അങ്ങനെ ഒരു ജിന്നിനെ വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് എന്നാണ് ഓൻ്റെ ചോദ്യം. അപ്പൊ അതിന് ബഷീർ സലഫി കുറച്ച് മറുപടിയൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ മറുപടിയിൽ അവസാനിപ്പിച്ചു. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നീ മുഅ്മിനാണോ? നിനക്ക് ജിന്നിനെ വിളിക്കാൻ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നീ മുഅ്മിനാണോ? നിനക്ക് ജിന്നിനെ വിളിക്കാൻ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നീ മുഅ്മിനാണോ? നിനക്ക് ജിന്നിനെ വിളിക്കാൻ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നീ മുഅ്മിനാണോ? നിനക്ക് ജിന്നിനെ വിളിക്കാൻ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ല എന്താ പറയുന്നറിയോ? അബൂജഹലും കൂട്ടരും കപ്പലിൽ യാത്ര പോയാൽ വദ്ദിനെ അവർ ഉപേക്ഷിച്ചു, ലാത്തയെ ഉസ്സയെ അവർ ഉപേക്ഷിച്ചു, മനാത്തെ ഉപേക്ഷിച്ചു. ഒരു നബിയെ അവർ വിളിച്ചില്ല, ഒരു ജിന്നിനെയും വിളിച്ചില്ല, ഒരു മലക്കിനെയും വിളിച്ചില്ല. പടച്ചോനെ മാത്രം വിളിച്ചു. അവിടെ ജിന്നുണ്ടാവൂലേ മലക്കുണ്ടാവൂലേ എന്ന് പോലും അബൂജഹൽ ചിന്തിച്ചില്ല. തെളിൽ വെച്ച് ജിന്നിനെ വിളിക്കാൻ ഓന് തോന്നണോ? സാമ്പിൾ പറയാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. അലാ ജവാസിൽ ഇസ്തിആനതി, സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട്. നിർബന്ധാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫർളാണെന്നോ അല്ല പറയുന്നത്, അനുവാദമുണ്ട്. ആരോട് ചോദിക്കാൻ? ബിമല്ലാ യറാഹും അൽ ഇൻസാൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട്. മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളായ ആളുകളോട്. മിനൽ മലായിക്കത്തി, മലക്കുകളിൽപ്പെട്ട. അല്ലെങ്കിൽ വസാലിഹിൽ ജിന്നി, സ്വാലിഹുകളായ ജിന്നുകളോടും ചോദിക്കാം. വലൈസ ഫീ ദാലിക ബഅ്സുൻ, അതിൽ എന്തില്ല? യാതൊരു കുഴപ്പമില്ല. ഏതുപോലെയാണത്? കമാ യജൂസു ലിൽ ഇൻസാനി അൻ യസ്തഈന ബി ബനി ആദം, നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലുള്ള അനുവാദം. ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നലോടോ തേടൽ ശിർക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസ് ആണ് എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ സുബൈർ മൗലവി അദ്ദേഹം പറഞ്ഞു, ഇമാം ഷൗക്കാനി ഈ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഹദീസിൽ മലക്കുകളോടോ ജിന്നുകളോടോ ഹാളിറായ ആളുകളാണ് ഉദ്ദേശമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്തത് എന്തിനാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള കളവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഘോരഘോരം ആ വിഷയത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇമാം ഷൗക്കാനി ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറയാണ്, ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് സുബൈർ മൗലവി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് കാണിച്ചു തരാനേ പറ്റൂല എന്നാണ്. അദ്ദേഹം കണ്ടിട്ടില്ല. ഇമാം ഷൗക്കാനി പറയുന്നത്, വഫിൽ ഹദീസി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്. അലാ ജവാസിൽ ഇസ്തിആനതി, സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട്. നിർബന്ധാണ് എന്നുള്ളതോ മുസ്തഹബാണ് എന്നുള്ളതോ ഫർളാണെന്നോ അല്ല പറയുന്നത്, അനുവാദമുണ്ട്. ആരോട് ചോദിക്കാൻ? ബിമല്ലാ യറാഹും അൽ ഇൻസാൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട്. മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളായ ആളുകളോട്. മിനൽ മലായിക്കത്തി, മലക്കുകളിൽപ്പെട്ട. അല്ലെങ്കിൽ വസാലിഹിൽ ജിന്നി, സ്വാലിഹുകളായ ജിന്നുകളോടും ചോദിക്കാം. വലൈസ ഫീ ദാലിക ബഅ്സുൻ, അതിൽ എന്തില്ല? യാതൊരു കുഴപ്പമില്ല. ഏതുപോലെയാണത്? കമാ യജൂസു ലിൽ ഇൻസാനി അൻ യസ്തഈന ബി ബനി ആദം, നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലുള്ള അനുവാദം. ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നലോടോ തേടൽ ശിർക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസ് ആണ് എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തിന്റെ ഈ വാദം നമുക്ക് തെറ്റാന്ന് പറയാം. എങ്ങനെ? ഹദീസ് സ്ഥിരപ്പെടാത്തത് കൊണ്ട്. പക്ഷേ അതിൽ ശിർക്കുണ്ട്. ലോകത്തിന് തൗഹീദ് പഠിപ്പിച്ച മഹാപണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ഇത് ഒരു സംവാദത്തിൽ വെച്ച് അനസ് മൗലവിയോട് ഒരു സുന്നി പണ്ഡിതൻ ഈ ഇബാറത്ത് ചോദിച്ചു
ചോദ്യം ചോദിച്ചപ്പോ അനസ് മൗലവി വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അത് ഏതുപോലെയാണ്? ആര് പറഞ്ഞത്? ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഷൗക്കാനി ഷിയാണെന്നാണ്. പക്ഷേ അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത് അത് നമ്മൾ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ കുളിക്കുമ്പോൾ സോപ്പ് തീർന്ന ഭാര്യനോട് സോപ്പ് എടുത്ത് തരണേന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഭാര്യ നമ്മൾ കാണുന്നുണ്ടോ? അല്ല. എന്നാലും എൻ്റെ ഭാര്യ അപ്പുറത്തുണ്ട്, ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ ഓള് കേൾക്കും എന്നേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല. അതേ ഷൗക്കാനിയും പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കളാണെങ്കിൽ, അതുപോലെ തന്നെ പരിസരത്തുള്ള മുസ്ലിം ജിന്നുകളാണെങ്കിൽ ആ ഒരു അഖീദ മാത്രമേ ഇയാളെ മനസ്സിലുള്ളൂ. എൻ്റെ പരിസരത്തുള്ളവർ എന്നുള്ള അഖീദേ ഉള്ളൂ. അത് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. കാരണം അതിൽ ഇബാദത്തും വരുന്നില്ല, ദുആയും വരുന്നില്ല, ഒരു വിളി മാത്രമേ ഉള്ളൂ എന്നാണ്. സത്യസന്ധമായി നിന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. ഈ മറുപടി തന്നെയാണ് ലോക സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിൽ ഇബാദത്തിലേക്ക് എത്തുന്ന ഒരു ദുആ അല്ലാത്തത് കൊണ്ട് ശിർക്കാന്ന് പറഞ്ഞുകൂടാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജിന്നുകളോടുള്ള ഇസ്തിആന നമ്മൾ പറഞ്ഞു, അത് എപ്പോഴാണ് ശിർക്കാവുക ശിർക്കാവൂല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാൽ മൊത്തത്തിൽ ജിന്നുകളോടുള്ള ഇസ്തിആന, അല്ലെങ്കിൽ മലക്കുകളോടുള്ള ഇസ്തിആന, അല്ലെങ്കിൽ പോട്ടെ മനുഷ്യന്മാരോട് തന്നെയുള്ള ഇസ്തിആന, ഇസ്ലാമിന്റെ നിയമം എന്താ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിലും അതേപോലെ തന്നെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു വിഷയമാണ്. അദ്ദേഹം പറയാണ്, വസുആലുൽ ഖൽഖി ഫിൽ അസ്ലി മുഹറമുൻ. ഒരു സൃഷ്ടിനോട് സഹായം ചോദിക്കൽ അടിസ്ഥാനപരമായി തന്നെ ഹറാമാണ്. കാരണം ലാക്കിന്നഹു ഉബീഹ ലിദ്ദറൂറ, നിർബന്ധത്തിന്റെ ഹാലിൽ അനുവാദം നൽകിയ ജായിസ് മാത്രാണെന്ന്. എത്ര കണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ അത്ര കണ്ട് മനുഷ്യന്മാരോട് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. മാത്രമല്ല അദ്ദേഹം പറയാണ്, വതർക്കുഹു തവക്കുലൻ അലല്ലാഹി അഫ്ളൽ, റബ്ബ് തവക്കലാക്കി ജനങ്ങളോട് ചോദിക്കാതിരിക്കലാണ് ഏറ്റവും അഫ്ളൽ. ഇനി ചോദിച്ചേ തീരൂ എന്നൊരു ഘട്ടത്തിലെ സൃഷ്ടികളോട് ചോദിക്കൽ എന്നെ ഇസ്ലാമിൽ അനുവാദമുള്ളൂ എന്നാണ്. ആര് പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. ഇത് അദ്ദേഹം സ്വന്തം ഇജ്തിഹാദ് നടത്തി പറഞ്ഞതാ അല്ല. ഒട്ടനവധി ഖുർആനിക വചനങ്ങളും ഹദീസുകളും അദ്ദേഹം അതിന് തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഒരു ഹദീസാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് റസൂലുള്ള പറഞ്ഞത് വലാ തസ്അലുന്നാസ ഷൈആന, നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് ട്ടോ എന്നാണ്. ജനങ്ങളോട് നിങ്ങൾ ഒന്നും ചോദിക്കരുത്. ഇത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരോട് റസൂല് വാങ്ങിയ ബൈഅത്താണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ്, സ്വഹാബി തന്നെ പറയാണ്, ഫലഖദ് റഅയ്തു ബഅള ഉലൈക നഫർ, റസൂലുള്ളാഹിനോട് ബൈഅത്ത് വാങ്ങിയ അവരിൽ ചിലരെ എനിക്ക് കാണാൻ സാധിച്ചു. യസ്ഖുതു സൗതു അഹദിഹിം, അവർ ഒട്ടകപ്പുറത്തോ വാഹനപ്പുറത്തോ ഇരിക്കുമ്പോൾ അവരുടെ ചാട്ടവാറോ വാളോ താഴെ വീണുപോയാൽ ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാഹ്, അതൊന്ന് എടുത്തു തരണേന്ന് പോലും അവരാരോടും പറയാറുണ്ടായിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അവർ ആ ബൈഅത്ത് സ്വീകരിച്ചു. അവരിതിനെ മനസ്സിലാക്കി റബ്ബിനോട് മാത്രം ചോദിക്കുന്ന വിഷയം ജനങ്ങളോട് ചോദിക്കരുതെന്നുമല്ല, മറിച്ച് മൊത്തത്തിൽ തന്നെ മസ്അല ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. പിന്നെ ഷിർക്കിലേക്ക് പോകാത്ത പരിധി വരെ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അതേതാണ് ആ പരിധി? അത് മയ്യത്താവരുത്, ഗായിബാവരുത്, റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം ആവരുത്. ഇത് മൂന്നും അല്ലെങ്കിൽ എന്താണ്? ജായിസാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് പോയ അള്ളാഹു നിങ്ങളെ പിടികൂടും. ഇതൊരു പരിധിയാണ്. പക്ഷെ അവിടേക്കും പോകാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ നിയമം കഴിവിന്റെ പരമാവധി ഇപ്പറഞ്ഞതും ചെയ്യാതിരിക്കാന്നാണ്. പിന്നെ ഏതെങ്കിലും പണ്ഡിതൻ പറയുമോ, പ്രിയപ്പെട്ടവരെ, ജിന്നിനോടാണ് സഹായം ചോദിക്കേണ്ടത്, മലക്കിനോടാണ് ഇസ്തിആന നടത്തേണ്ടതെന്ന്? ഇത് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ പറയുന്നുണ്ട്, ഒരു ജിന്ന് നമ്മുടെ മുന്നിൽ ഹാളിറായാൽ ആ ജിന്നിനോട് 3 നിലക്ക് ഒരു വ്യക്തിക്ക് പ്രതികരിക്കാം. 3 ഹുക്കുമ അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തത് പറഞ്ഞത് ഏറ്റവും അഫ്ളലായ മക്കാൻ, അതെന്താണ്? ആ ജിന്നിനെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തുക. മജ്മൂഉൽ ഫതാവയിലെ 11-ാം വാള്യത്തിൽ വിശദീകരിച്ചത് കാണാം. അദ്ദേഹം പറയുന്നു ദഅവത്ത് നടത്തണം. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുത്ത് ജിന്നുകൾ ഹാജരായപ്പോൾ റസൂൽ എന്തേ ചെയ്തിട്ടുള്ളൂ? അവരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തി, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ആർക്കെങ്കിലും വല്ല കാരണവശാലും ഒരു ജിന്ന് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും നല്ല ഏർപ്പാട് എന്താണ്? അവരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തലാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു. എന്നിട്ട് അദ്ദേഹം എത്ര കൂടി പറഞ്ഞു, സുലൈമാൻ നബിയേക്കാൾ വലിയ സ്ഥാനത്താണ് ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂല്. കാരണം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ
തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്താതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞു. ഇത് അഫ്ളൽ മക്കാനാണെന്നാണ് ആര് പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, രണ്ടാമതൊരു ദർജ ഉണ്ട്, മുബാഹാണ്, അനുവദനീയമായത്. അതായത് ഇതുപോലെ ഒരു ജിന്ന് നിങ്ങളുടെ മുന്നിൽ ഹാജരായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അത് ഹലാലായ ആവശ്യമാണ്, അത് മുന്നിലുള്ള ജിന്നിനോട് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങളൊരു ഹറാമും ചെയ്യുന്നില്ല, ഒരു ഷിർക്കും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ നിങ്ങൾ ആ ജിന്നിനെ ഉപയോഗിച്ച് ഷിർക്കോ കുഫറോ ആണ് ചെയ്യുന്നതെങ്കിൽ ഷിർക്കിന് ഉപയോഗപ്പെടുത്തിയ ഷിർക്ക്, കുഫറിന് ഉപയോഗപ്പെടുത്തിയ കുഫർ, ഒരു അനുസരണക്കേടിന് ഉപയോഗപ്പെടുത്തിയാൽ അത് അനുസരണക്കേട്, അതനുസരിച്ച് അതിൻ്റെ ദർജ മാറും. ഇതൊക്കെ വ്യക്തമാക്കിയ വ്യക്തി തന്നെയാണ്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് അസ്ലിയായി ഇതൊക്കെ എന്താണ്? പാടില്ലാത്തതാണ്. ഏറ്റവും അഫ്ളൽ റബ്ബിനോട് മാത്രം ഈ വിഷയം ചോദിക്കലാണ്. മാത്രവുമല്ല, ജിന്നിനോട് മനുഷ്യൻ ചോദിക്കാന്ന് പറഞ്ഞാൽ അതൊരു വില കുറഞ്ഞ ഏർപ്പാടാണ്. എന്തുകൊണ്ടെന്നാൽ ജിന്നിനേക്കാൾ വില കൂടിയ ആളാരാ? മനുഷ്യനാണ്. സൂറത്തുൽ ഇസ്രായിൽ ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്ന എന്താണ്? അള്ളാഹുവേ അറഅയ്ത ഹാദല്ലദീ കറംത അലൈ, എന്നേക്കാൾ നീ സ്ഥാനം നൽകിയ ഈ ആദമുണ്ടല്ലോ, എന്നേക്കാൾ മഹത്വം നീ ആർക്ക് നൽകി? ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകി. അതുകൊണ്ട് തന്നെ ഇവന്റെ മുഴുവൻ സന്തതികളെയും കുറഞ്ഞ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ പിഴപ്പിക്കും. ഇബ്ലീസിന് മനുഷ്യനോട് ദേഷ്യം തോന്നാൻ തന്നെയുള്ള കാരണം എന്താണെന്നറിയോ? ഇബ്ലീസിനേക്കാൾ വലിയ സ്ഥാനത്താണ് മനുഷ്യന്മാരുള്ളത്. ആ മനുഷ്യൻ തന്നേക്കാൾ താഴ്ന്ന ജിന്നുകളോട് ചോദിച്ചപ്പോൾ അവർക്ക് അഹങ്കാരം കൂടിയെന്നാണ് സൂറത്തുൽ ജിന്നിൽ പറയുന്നത്. വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. അവർക്ക് ഗർവ് വർദ്ധിച്ചു. കാരണം എന്താ? ഇത്രയും ശ്രേഷ്ഠരായ മനുഷ്യന്മാർ അവരെക്കാൾ താഴെയുള്ള എന്നോട് ചോദിക്കേ. മാത്രമല്ല, ഇബ്ലീസ് പോലും പഠിച്ചൊരു തത്വമുണ്ട്. എന്താണെന്നറിയോ? തന്നേക്കാൾ താഴെയുള്ളവന്റെ മുമ്പിൽ കീഴൊതുങ്ങരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് സുജൂദ് ചെയ്തില്ല. എന്താ കാരണം പറഞ്ഞത്? സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇബ്ലീസ് പോലും പറഞ്ഞത് ഖാല അന ഖൈറും മിൻഹുന, ഞാൻ ഇവനേക്കാൾ ഉത്തമനാണ്. അപ്പൊ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മുന്നിൽ തലകുനിക്കി. അത് പറ്റൂല, അതിന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്ന് ഇബ്ലീസ് പോലും സമ്മതിച്ചു. പിന്നെ മനുഷ്യൻ എങ്ങനെ അത് സമ്മതിക്കാതിരിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഇബ്ലീസ് നമ്മളെക്കാൾ, ജിന്ന് വർഗം നമ്മളെക്കാൾ താഴ്ന്ന വർഗമാണ്. അവരോട് ഓച്ചാനിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന് ഭൂഷണമല്ല, മുസ്ലിമീങ്ങൾക്ക് തീരെ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിൽ തീരെ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജിന്നുകളോട് ഇസ്തിയാന നടത്തുക എന്ന് പറയുന്ന ഒരു വകുപ്പ് പോലും വരുന്നില്ല.